ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബേക്കറി സ്റ്റൈൽ ടീ കേക്കിന്റെ റെസിപ്പിയാണേ. അപ്പോൾ ഞാൻ ഒരുപാട് രീതിയിൽ ഒത്തിരി തവണ ചെയ്ത് നോക്കിയിട്ട് അവസാനം എനിക്ക് ബേക്കറി സ്റ്റൈലിൽ അതേ ടേസ്റ്റിലും ടെക്സ്ചറിലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയ ഒരു രീതിയാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഒരുപാട് നേരത്തെ പണി തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻസോ അതുപോലെ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഇല്ല. അതായത് നമ്മളൊന്ന് വിചാരിച്ചാൽ മതി, ബേക്കറിയിലെ അതേ ടീ കേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇനി വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്നങ്ങ് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷനും കൂടി ഒന്നങ്ങ് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കേക്ക് ചെയ്യാനായിട്ട് ആദ്യം ഒരു മുട്ട അടിച്ചെടുക്കണം. അപ്പൊ ബീറ്റർ കയ്യിലുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ മിക്സറിലാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു മിക്സർ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ ആദ്യം ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ നന്നായിട്ട് ഇതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണേ. അപ്പൊ ഇതിപ്പോഴും മിക്സറിന്റെ വലിയ ജാറിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ ആവുമ്പോൾ മുട്ട ഒന്നും ഒട്ടും തന്നെ പുറത്തേക്ക് തെറിച്ചു പോയില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞില്ല എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. അപ്പൊ ഇനി ഞാൻ ഈ ഒരു കേക്ക് സ്പെഷ്യൽ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അതായത് ഈ സ്റ്റേജിൽ സാധാരണ നമ്മള് ഓയിലാണ് ചേർക്കാറ്, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കും. അപ്പൊ ഞാനിപ്പോ ഇവിടെ 1/4 കപ്പ് നെയ്യാണ് ചേർക്കുന്നത്. അപ്പൊ നെയ്യ് ചേർത്താൽ കേക്ക് കൂടുതൽ ടേസ്റ്റി ആവും. അപ്പൊ ടീ കേക്കിന് ആ സ്വാദ് നല്ലതാണ്. അപ്പൊ നമ്മുടെ ടീ കേക്കിന് ആ ഒരു സ്വാദ് നല്ലതാണ് കേട്ടോ. ഇനി നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ടൈമില് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ ചേർക്കരുത്, ചേർക്കാൻ പാടില്ല എന്നല്ല, ആ ഫ്ലേവർ കേക്കിന് ഇത്ര നല്ലതല്ല. ഇനി ഇതുകൂടി ഒന്നങ്ങ് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ ഒരുപാട് സ്പീഡിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആകും വരെ ഒന്നങ്ങ് അടിച്ചെടുത്താൽ മാത്രം മതി. ഈ ഒരു ബൗളിലേക്ക് കേക്കിന് ആവശ്യമായ മൈദമാവ് എടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ 1 കപ്പ് മൈദമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പൊ ഞാനിവിടെ മെഷറിംഗ് സ്പൂൺ അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, സാധാരണ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ടീസ്പൂൺ ആണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. 1-2 പ്രാവശ്യം ഒന്നങ്ങ് അരിച്ചെടുത്താലും മതി. അപ്പൊ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ അടിച്ചെടുത്ത വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദപ്പൊടി കുറേശ്ശെയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യരുത് കേട്ടോ, കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് കുറേശ്ശെയായിട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് ഇത്രയായാല് ഇതിലേക്ക് ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേക്കിന്റെ ആ ഒരു ടെക്സ്ചറും സോഫ്റ്റ്നെസ് പെർഫെക്റ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരു കിടു ടിപ്പാണ്. നല്ല ചൂടുള്ള ഒരു 1/4 കപ്പ് പാൽ. അപ്പൊ തിളയ്ക്കും വരെ ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചൂട് വേണം. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കുന്നത് അല്ലേ. അപ്പൊ ഇതൊരു ചൂട് പാലൊഴിച്ച് ചെയ്ത് നോക്കാം. കേക്ക് സൂപ്പർ ടെക്സ്ചർ ആകും, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റിലും കിട്ടും. അപ്പൊ ഇതിപ്പോ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പൊ അത് കേക്ക് ടിന്നിന്റെ അടിഭാഗത്ത് നമ്മൾ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്ത് കുക്കറിലേക്ക് മാറ്റാം. അപ്പൊ ഈ കുക്കറിന്റെ അടിവശത്ത് ഒരു റിങ് വെച്ചിട്ടാണ് പ്രീഹീറ്റ് ചെയ്തെടുത്തത് കേട്ടോ. ഇനി ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പൊ ഇത് ഇവിടെ എനിക്കൊരു കറക്റ്റ് 35 മിനിറ്റിൽ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഇത് കേക്കിന്റെ ടെക്സ്ചർ കണ്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലും ഫെയിൽ ആവില്ല. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് അറിയിക്കണം. അപ്പൊ ഇതുപോലെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.
അപ്പൊ ഇതുപോലെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.